അഭിലാഷങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെ നീഡ്സിനെയൊക്കെ 4 ഘട്ടങ്ങളിലാക്കി തിരിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ നീഡ്സ്, അതായത് നമ്മുടെ ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെയൊക്കെ ഒരു നീഡ്സിനെ കുറിച്ച്, ആവശ്യങ്ങളെ കുറിച്ചിട്ട്. രണ്ടാമതായിട്ട് സേഫ്റ്റി നീഡ്സ്, നമ്മുടെയൊക്കെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ആവശ്യങ്ങൾ. അതുപോലെ തന്നെ ലവ്, ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്ന് പറയും, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള നമ്മുടെ ആവശ്യത്തിനെ കുറിച്ചിട്ട്. നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ആവശ്യങ്ങളുണ്ട്, എസ്റ്റീം നീഡ്സ് എന്ന് പറയും. ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഈ എസ്റ്റീം നീഡ്സും ഈ പറയുന്ന അമേരിക്കയിലുള്ള ഒരു മനഃശാസ്ത്രത്തിനെ കുറിച്ചൊക്കെ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത്. ഈ എസ്റ്റീം നീഡ്സും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണർ എന്നുള്ള എസ്റ്റീം എന്നുള്ള വാക്കിന് ഹോണർ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യമാണ്, അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം. അതായത് മനുഷ്യന്റെ 4ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അതിന് വളരെ ബഹുമാനിക്കാനും അഭിമാനിക്കാനുമുള്ള ആവശ്യത്തെ കുറിച്ചിട്ടാണ്. അത് തന്നെയാണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും CH ഒക്കെ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വത്തെ നമ്മൾ മുറുകെ പിടിക്കാനും അതിനെ സംരക്ഷിക്കാനുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിരന്തരമായിട്ട് പോരാടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മൾ നിരന്തരം അഭിമാനകരമായത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മനുഷ്യരുടെ അവകാശത്തെ കുറിച്ചിട്ടും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടുള്ള ഒരു ഇസ്സത്ത് കൊണ്ടാണ്, അതുകൊണ്ടുള്ള ഇഷ്ടം കൊണ്ടൊക്കെയാണ്, ബഹുമാനം കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇത്തരത്തിലൊരു പ്രഭാഷണം കേൾക്കാനും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. കാരണം ആ ചുറ്റുപാട് നടന്ന സാഹചര്യങ്ങളിൽ ചുറ്റുപാടുള്ള സംഭവങ്ങള് നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ സംഘടനയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ നിങ്ങളോട് പറയുമ്പോൾ, നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായത് എന്തിനാണ്? നമുക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, നമ്മുടെ ചുറ്റും ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മൾ ഓരോരുത്തരും ഖായിദെ മില്ലത്തിന്റെ അനുയായിയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രത്യയശാസ്ത്രമൊക്കെ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആശയം എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഭാഗമായത് എന്നുള്ളത് നമ്മൾ എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇവിടെ കാരണന്മാരുണ്ട്, കുറെ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ പറയാൻ എളുപ്പമായിരിക്കും, കാരണം അവർ നിരന്തരമായിട്ട് പഴയ കാലങ്ങളെ കുറിച്ചിട്ട് അവർക്കറിയാം. CH-നെ കുറിച്ചിട്ടും CC സാഹിബിനെ കുറിച്ചിട്ടും ബാപ്പയ്ക്ക് തങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് നമ്മളെങ്ങാളും കൂടുതൽ അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരോടൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി വളർന്നു വരുന്ന പുതുതലമുറയോട് നമ്മൾ നിരന്തരം ഈ ആശയങ്ങൾ പങ്കുവെക്കണം. അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരന്തരം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മക്കളോട്, പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ പ്രവർത്തകര് നമ്മുടെ വീട്ടിലുള്ള കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും അടക്കമുള്ള ആളുകളോട് നിരന്തരം നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മള് വീട്ടിനുള്ളിൽ രാഷ്ട്രീയം പറയുന്നു. വീട്ടിനുള്ളിൽ രാഷ്ട്രീയം പറയാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൺഫ്യൂഷനുള്ള കാര്യമാണ്. വീട്ടിനുള്ളിൽ രാഷ്ട്രീയം പറഞ്ഞ വെറുതെ തർക്കം ഉണ്ടാക്കാണോ എന്നുള്ളതാണ് ചോദ്യം വരാം. പക്ഷെ അതല്ല, ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിനുള്ളിൽ രാഷ്ട്രീയം പറയാ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പഴയ ആളുകളൊക്കെ ഉമ്മമാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ചിലക്ക് സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് ഒന്നും വന്നിട്ടല്ല ചിലക്ക് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലക്ക് നില പേര് യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു തെരഞ്ഞെടുപ്പൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ സാഹചര്യങ്ങള് അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, 6 വർഷത്തോളമായിട്ട് ഇപ്പോ പിണറായി ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് അജണ്ടകൾ നമ്മളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാം. അതൊന്നും നമ്മൾ ശരിക്കും അറിയുന്നില്ല. നമ്മളൊന്നും അറിയാതെ അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ബാലുശ്ശേരിയിലുള്ള ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിവാദത്തിൽ നമ്മളിങ്ങനെ കുറെ ചർച്ചകളും ചാനൽ ചർച്ചകളും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിയിരുന്ന് നമ്മൾ അങ്ങനെ വായിച്ചങ്ങ് പോകും. പക്ഷെ നമ്മൾ അത് വായിക്കാതെ അങ്ങനെ വായിക്കുക മാത്രം ചെയ്യാണ്ട് നമ്മൾ വീട്ടിനുള്ളിൽ അത് എത്തിക്കണം.
എന്തുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രലിനെ എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് എതിർത്തത്? മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് അതിനെതിരെ സംസാരിക്കുന്നത്? ആണും പെണ്ണും ഒരേപോലെയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. ജെൻഡർ ഇക്വാലിറ്റിന് പകരം ജെൻഡർ ജസ്റ്റിസ് ആണ് വേണ്ടത് എന്നാണ് നമ്മൾ സംസാരിച്ചേണ്ടത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ, 2-3 മാസങ്ങൾക്ക് മുൻപ് നമുക്കൊരു വഖഫ് സംരക്ഷണ റാലി നടന്നു. നമ്മുടെ നേതാക്കള് നിരന്തരമായി, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കള് വളരെ സ്വത്ത് രാഷ്ട്രീയത്തെ കുറിച്ചിട്ട്, നമ്മുടെ സ്വത്ത് രാഷ്ട്രീയത്തിലെ നമ്മുടെ നിലപാടുകളെ കുറിച്ചിട്ട് അവിടെ നമ്മളോട് സംസാരിച്ചു. അതിനെതിരെ പിണറായി വിജയൻ 10ഓളം വേദികളിലാണ് അതിനെതിരെ സംസാരിച്ചത്. അത് നമ്മൾ പറയുന്നത് മതം പറയാണ്, ലീഗ് മതം പറയാണെന്ന് പറയുന്നു. ലീഗ് ഒരു മതത്തിനെ സംബന്ധിച്ചുള്ള പാർട്ടിയാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അട്ടിപ്പേരവകാശം ലീഗിനുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു. എന്നാൽ അതേ സമയത്ത് ചോദിച്ചു ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന്. ഇത്തരത്തിലുള്ള നിരന്തരം ചോദ്യങ്ങള് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങള് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ സാധിക്കണം. നമ്മളോട് ചോദിക്കും, നിങ്ങൾ ലീഗ് ഒരു മുസ്ലിങ്ങളുടെ പാർട്ടിയാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണോ ലീഗ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, ന്യൂനപക്ഷ പിന്നോക്ക സാമുദായിക പാർട്ടിയാണ്. അതിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളും പെടുമല്ലോ. അപ്പം എന്താ ന്യൂനപക്ഷം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ന്യൂനപക്ഷം എന്ന് നമ്മൾ നിരന്തരം ന്യൂനപക്ഷ പിന്നോക്ക സാമുദായിക പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ന്യൂനപക്ഷം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ തന്നെ എടുക്കാം. ഇന്ത്യയില് നമുക്കറിയാം ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, പാഴ്സി ഉണ്ട്, ജൈന ഉണ്ട്, ബുദ്ധമത, ഒരുപാട് മതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതങ്ങളിൽ ഇപ്പോ നമുക്കറിയാം ഹിന്ദു മതമാണ് ഭൂരിപക്ഷമായിട്ടുള്ള ആളുകളുള്ളത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവര്, മുസ്ലിങ്ങള്, ക്രൈസ്തവര്, ദളിതർ എന്നൊക്കെ പറയുന്നത് ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണ്. ഇവിടുത്തെ കുട്ടികളോടാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം വലിയവർക്ക് അറിയാൻ പറ്റും എന്താണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളത്. അപ്പോ ഇതിൽ ഈ ഒരു കാര്യത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ന്യൂനപക്ഷം പിന്നോക്ക സാമുദായിക പാർട്ടി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ ഇന്ത്യയില് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം, മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നു. അതേ സമയത്ത് നമ്മൾ പാകിസ്ഥാനിൽ നോക്കുമ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കള് ന്യൂനപക്ഷരായിരിക്കും, മുസ്ലിങ്ങളായിരിക്കും ഭൂരിപക്ഷം. അതുപോലെ തന്നെ ചൈനയിൽ നോക്കുന്ന സമയത്ത് ചൈനയിൽ ഉയ്ഗൂർ എന്നുള്ള മുസ്ലിം വിഭാഗങ്ങളാണ് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളത്. ശ്രീലങ്കയിലേക്ക് നോക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലുള്ള, അല്ലെങ്കിൽ തമിഴരാണ്, തമിഴ്നാട്ടിലേക്ക് ശരിക്കറി വന്നിട്ടുള്ള തമിഴരാണ് അവിടെ ന്യൂനപക്ഷം ഇതായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു ലഹള വരികയെന്ന് വിചാരിക്കാം. ഒരു ലഹള വരുന്ന സമയത്ത് ഒരു ഭൂരിപക്ഷമായിട്ടുള്ള ആളുകളുണ്ട്, അതായത് ഹിന്ദുക്കൾ അടക്കമുള്ള സവർണരായിട്ടുള്ള ആളുകളുണ്ട്, ഇപ്പോഴത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, അതായത് മുസ്ലിങ്ങൾ അടക്കമുള്ള ദളിതരായിട്ടുള്ള പിന്നോക്കമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ ഒരു ലഹള വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസുകാർക്ക് പറയാണ് ഒരു വെടിയുതിർക്കാൻ വരുന്ന സമയത്ത് പോലീസുകാര് ഏത് ഭാഗത്തായിരിക്കും വെടിയുതിർക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഭൂരിപക്ഷമുള്ള ആളുകളുടെ അടുത്തേക്കാണോ, ന്യൂനപക്ഷമുള്ള ആളുകളുടെ അടുത്തേക്കാണോ? ഉറപ്പായിട്ടും ന്യൂനപക്ഷമുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കും. കാരണം അവരെയാണ് അടിച്ചമർത്താൻ എളുപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഗവൺമെന്റ് നിരന്തരം ആരെയാണോ അടിച്ചമർത്തുക? ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജനങ്ങളെ നമ്മൾ പ്രതിനിധാനം ചെയ്യണം. അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിരന്തരം സംസാരിക്കേണ്ടത്. ഇപ്പോ വഖഫ് സംരക്ഷണ റാലിയിൽ നമ്മൾ നിരന്തരമായിട്ട് സ്വത്ത് രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മുടെ നേതാക്കൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം വഖഫ് എന്തിനാണ് PSCക്ക് വിടാതിരിക്കുന്നത്, അല്ലെങ്കിൽ PSCക്ക് വിടരുതെന്ന് നമ്മൾ പറയുന്നറിയണം. ഇപ്പോ പിണറായി ഗവൺമെന്റ് നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെയുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നത് നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകളുണ്ട്, ഞാനടക്കമുള്ള സ്ത്രീകള് അറിഞ്ഞോ അറിയാതെയൊക്കെ ചില അജണ്ടകളുടെ ഭാഗമാവുന്നുണ്ട്. ഇപ്പൊ കുടുംബശ്രീ എന്നുള്ള ഒരു കൂട്ടായ്മയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള ആണുങ്ങളോട് സഹോദരന്മാരോടാണ് ഞാൻ പറയുന്നത്. ഈ കുടുംബശ്രീയിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ സ്ത്രീകള് പോവാറുണ്ട്. അവർക്കൊക്കെ 4 മണിക്ക് കുടുംബശ്രീയൊക്കെ കൂടി സംസാരിക്കാം, അത്തരത്തിൽ അവരുടെ ഒരു സേവിങ്സ് ഒക്കെ അതിൽ വെക്കുക, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കുടുംബശ്രീയിൽ ഇപ്പോ ഗവൺമെന്റ് ഇപ്പൊ പുതിയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഓക്സിലറി ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓക്സിലറി ഗ്രൂപ്പ്. ഞാനൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പം ഈ ഓക്സിലറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു ജെൻഡർ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നത് വളരെ ആകർഷണീയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ലിംഗനീതി, ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം നമുക്കൊരു ആണുങ്ങളെ പോലെ ഒരു തുല്യ നീതി കിട്ടുകയാണല്ലോ.
പക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരു ജെൻഡർ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴി നമ്മുടെ സോഷ്യൽ സെറ്റപ്പ്, കുടുംബ ഭദ്രതയൊക്കെ തകർക്കാനാണ് നമ്മുടെ ഒരു ഗവൺമെന്റ്, ഈ പിണറായി ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അറിയില്ല, പ്രതിപക്ഷമൊന്നും ഇത് ഇത്തരത്തിലുള്ളത് അത് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടില്ല. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വരേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സാധനം കുടുംബത്തിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. ഓരോ കാര്യങ്ങളും തുടങ്ങി കൊണ്ടുവരുന്നത് ഇപ്പൊ കോളേജുകളിൽ നിന്നാണ്. ഇപ്പൊ ഞാനിവിടെ കോളേജിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ പറയാണ്, ഞാനൊരു അധ്യാപിക കൂടി ആയതുകൊണ്ടും അതിനോടൊപ്പം ഈ കൂടുതൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം SFI എന്നൊരു സംഘടനയുണ്ട്, സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോ കോളേജുകളിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അവർ കൊണ്ടുവരുന്നത്. ക്യാമ്പസുകളിൽ ലൈംഗികത പറയുകയും അല്ലെങ്കിൽ ഫ്രീ സെക്സ് പറയുകയും അല്ലെങ്കിൽ ലിബറലിസം പറയുകയും തരത്തിലേക്ക് ക്യാമ്പസുകളെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗമനം എന്ന പേരിൽ, അവർ പറയുന്ന പുരോഗമനം എന്ന പേരിൽ നമ്മുടെ MSF പോലെയുള്ള ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ പ്രവർത്തിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അവര് ക്യാമ്പസുകളിൽ നൽകുന്നില്ല. അവർ പകരം എന്താണ്, കുട്ടികളെ ഫ്രീ സെക്സ് പറയാം അല്ലെങ്കിൽ ലിബറലിസം ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ക്യാമ്പസുകളിലൊക്കെ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കാം. ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് ഒക്കെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ രാഷ്ട്രീയം പറയണം. ഞാൻ വീണ്ടും പറയാണ്, വീട്ടിൽ രാഷ്ട്രീയം പറയണം. പണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ വോട്ട് ചോദിക്കാനൊക്കെ പോകുമ്പോൾ ഉമ്മമാര് പറയാറുണ്ട്, കോണിക്കല്ലാണ്ട് ഞാൻ കുത്തിയിട്ടില്ല, അല്ലെങ്കിൽ കോണിക്ക് മാത്രമേ ഞാൻ വോട്ട് നൽകൂ എന്ന് പറയാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും നമ്മള് കോണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം നമ്മുടെ മുസ്ലിം ലീഗിലെ ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് ഇത്തരത്തിൽ ക്യാമ്പസുകളിലേക്ക് എത്തുന്ന സമയത്ത് പല കമ്മ്യൂണിസ്റ്റിന്റെയും ലിബറൽ കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ ഭാഗമാവുന്നത്. നമുക്കിപ്പോ അറിയാൻ പറ്റും, ഇത്തരത്തിൽ ഒരു ഇങ്ങനെയുള്ള ലിബറൽ കമ്മ്യൂണിസ്റ്റ് ഒക്കെ വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ്, കണ്ണൂരിൽ ഷഹല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഞാനിവിടെ മതം പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുസ്ലിം സ്വത്വം തന്നെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അതാണിപ്പോ നമ്മുടെ മുസ്ലിം നിലനിൽപ്പാണിപ്പോ പ്രശ്നത്തിലായിരിക്കുന്നത്. കാരണം സർക്കാർ നമ്മുടെ അവകാശങ്ങളാണ്, മുസ്ലിങ്ങളുടെ അവകാശങ്ങളാണ് വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മുസ്ലിം സ്വത്വത്തെ കുറിച്ചിട്ട്, സ്വത്വ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട്, ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോ ഷഹല എന്ന് പറയുന്ന പെൺകുട്ടി ഒരു DYFI കാരനെയാണ് കല്യാണം കഴിച്ചത്. ആ കല്യാണം നടത്തിയതാണ് ഏറ്റവും വളരെ നമുക്കൊക്കെ രസകരമായിട്ട് തോന്നുന്നത്. കല്യാണം കഴിപ്പിക്കുന്നത് അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാര് ഏതെങ്കിലും ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ലീഗിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ ലീഗ് കമ്മിറ്റി അത്തരത്തിലൊരു കല്യാണം നടത്തി കൊടുക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മൾ എത്രത്തോളം കുടുംബ ഭദ്രതയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കുറച്ചു മുൻപ് നമ്മുടെ അഫ്സൽ സാഹിബ് ഇവിടെ സംസാരിച്ചു നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട്, നമ്മുടെ ലീഗിന്റെ സഹനത്തെ കുറിച്ച് സംസാരിച്ചു, ലീഗിന്റെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. എങ്ങനെയാണ് CHും CD സാഹിബും ബാപ്പയ്ക്ക് തങ്ങളും കായികങ്ങളിലൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് സംസാരിച്ചു. അതിനേക്കാൾ അതോടൊപ്പം തന്നെ, അത് സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അഡ്രസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ സമയത്ത് എന്തുകൊണ്ട് മുസ്ലിം സ്വത്ത് നമ്മൾ പറയണം, ലീഗ് രാഷ്ട്രീയം പറയണം, ചിറകടക്കമുള്ളവര് അവരുടെ ശീർഷകം തന്നെയാണ് പുതിയ കാലം, പുതിയ വിചാരം തന്നെയാണ്. കാരണം പുതിയ കാലത്ത് പുതിയ വിചാരങ്ങളോട് കൂടിയാണ് ആളുകൾ സമീപിക്കുന്നത്, പല അജണ്ടകളോട് കൂടിയാണ് സമീപിക്കുന്നത്. ശരീരത്തിന്റെ സമയത്തും CAA NRC സമയത്തും പല ഉറപ്പുകളും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സർക്കാർ റിപ്പോർട്ടിനെ അട്ടിമറിച്ചുകൊണ്ട് 80-20 സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ UAPA കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വഖഫിനെ കുറിച്ച്, അതിന് ഇപ്പോ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ MBBS വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ 1% മുസ്ലിം ഈഴവ സംവരണം സർക്കാർ എടുത്തു മാറ്റിക്കൊണ്ട് ചെറിയ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, 1% അല്ലേ പോയത്. ഈ 1% എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മുടെ അവകാശങ്ങളെയാണ്, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെയാണ് ഈ സർക്കാർ എടുത്തു കളയുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മൾ സംവദിക്കണം, നിരന്തരം നമ്മൾ ഈ സർക്കാരിന്റെ തിന്മകളെ കുറിച്ച് സംസാരിക്കണം.
സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗമം, ഈ യൂത്ത് ലീഗ് നടത്തിയ ഈ ഒരു സംഗമത്തിൽ ഇപ്പോ നമ്മള് ഓരോ കാര്യങ്ങളും ഇന്ന് നമ്മളിപ്പോ സ്വത്ത് രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മള് വഖഫിനെ കുറിച്ച് സംസാരിക്കണം. ഇപ്പൊ വഖഫിനെ കുറിച്ചുള്ള സംരക്ഷണ റാലി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കോവിഡ് പ്രോട്ടോകോൾ ബന്ധിച്ച് അതിന്റെ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരുപാട് സമ്മേളനങ്ങൾക്ക് മാറ്റിവെച്ചു. അപ്പം വഖഫ് നമ്മുടെ കുട്ടികളെ ചോദിക്കും, നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ ചോദിക്കും, നിങ്ങൾ എന്തിനാ വഖഫിന്റെ പരിപാടിക്ക് പോകുന്നത്? വഖഫിന്റെ സ്വത്തിന്റെ കാര്യമായിട്ട് ഗവൺമെന്റ് നോക്കിക്കോളല്ലോ, വഖഫ് ബോർഡ് നോക്കിക്കോളല്ലോ, അത് ആർക്ക് വിട്ടാലും മുസ്ലിം ലീഗിന് എന്താ കുഴപ്പമെന്നുള്ളത്. പക്ഷെ നിങ്ങൾ അപ്പൊ പറഞ്ഞു കൊടുക്കണം, വഖഫ് എന്നത് നമ്മുടെ പുണ്യഭൂമിയാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം വഖഫ് ആക്ട് പ്രകാരം മുസ്ലിങ്ങളാണ് അതിന്റെ ഭാഗമായി വരേണ്ടത്. അപ്പൊ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങളെ തന്നെയാണ് നമ്മൾ വഖഫിന്റെ ബോർഡിൽ വെക്കാറുള്ളത്. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരി എന്നും കൂടെ അർത്ഥമുണ്ട്. കാരണം മുസ്ലിം വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മതത്തെ വിശ്വാസമില്ലാത്ത ആളുകളും അതിന്റെ ഭാഗമായി വരും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് MP രാജേഷിന്റെ ഭാര്യ നിമിത നെൽശ്ശേരി ഇപ്പോ കാലടി സർവകലാശാലയില് അവരൊരു അഡ്മിഷൻ നേടി, ജോലി നേടി. അവര് ജോലി ചെയ്ത് അവര് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ്. അവർ എഴുതി കൊടുത്ത സമയത്തും അവരുടെ ഒരു രേഖകളിലോ അവർ മുസ്ലിം ആണെന്നുള്ള ഈ ഇന്ന മതത്തിനെ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരുടെ മക്കൾക്ക് പോലും മതമില്ല. പക്ഷേ അവർക്ക് എന്ത് വേണം? മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സംവരണം അവർക്ക് വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പൊ എന്തുകൊണ്ടായാലും PSC-യിൽ എത്ര മുസ്ലിം നാമധാരികളായിരിക്കും കയറാം? ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ബോർഡ് വഴി ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് ഇത്തരത്തില് വഖഫ് ബോർഡിലേക്കൊക്കെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, വഖഫ് ബോർഡിന്റെ അതേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ്. വഖഫ് ബോർഡിൽ 100-ന്റെ എംപ്ലോയി, അതായത് ഒരു ജോലിയൊക്കെ ഉള്ളൂ, അത്രയ്ക്ക് ഒഴിവുകളൊക്കെ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് ഈ ദേവസ്വം ബോർഡിലൊക്കെ ആയിരക്കണക്കിനാണ് പോസ്റ്റുകളുള്ളത്. അപ്പോഴവരെന്താ പറയുന്നത്? വഖഫിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. ഈ വലിയ അഴിമതി, അതായത് ദേവസ്വം ബോർഡിൽ ആയിരക്കണക്കിന് ഒഴിവുള്ള ദേവസ്വം ബോർഡിൽ വലിയ അഴിമതികളൊക്കെ നടക്കാം, പകരം ചെറിയ അഴിമതി നടക്കാൻ പാടില്ല. അപ്പോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. സ്വയംഭരണ അവകാശമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരെ ഗവൺമെന്റ് നേരിട്ടാണ്, PSC വഴിയല്ലാണ്ട് നേരിട്ടാണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. അപ്പം ഇത്തരത്തിലൊന്നും അവിടെയൊന്നും ഇങ്ങനെ PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്താണ്ട് വഖഫിൽ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ടുള്ള വഖഫിൽ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ PSC അപ്പോയിന്റ്മെന്റ് നടത്തുന്നു? ഇതൊക്കെ ഗവൺമെന്റിന്റെ അജണ്ടകളാണ്. നമ്മുടെയൊക്കെ മുസ്ലിം സ്വത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം സ്വത്തം മായ്ച്ചു കളയാനുള്ള, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ എതിർത്ത് അവരുടെ അവകാശങ്ങളെ ഓരോന്നായിട്ട് എതിർത്തുകൊണ്ട് BJP കേന്ദ്രത്തിൽ പരോക്ഷമായി ചെയ്യുന്നത് നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളായിട്ട് അവർ കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിലൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികൾ അടക്കമുള്ളവര് കോളേജുകളിലേക്ക് പോകുമ്പോൾ കോളേജിൽ അവർ നേരിടേണ്ടി വരുന്ന ലിബറലിസത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന കമ്മ്യൂണിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഉപ്പമാരമ്മമാരൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത്രയും 1921 മുതൽ ഈ 2021 വരെയുള്ള 100 വർഷങ്ങൾക്കിടയിൽ നമ്മൾക്കറിയാം ഒരുപാട് ആഭ്യന്തര കലാപങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുപോയി, മലബാർ കലാപങ്ങളൊക്കെ നടന്നുപോയി. അതുമുതൽ ഇവിടെ വരെയുള്ള നമ്മുടെ ഒരു മാറ്റമുണ്ട്, വികസനമുണ്ട്, വിദ്യാഭ്യാസത്തിലൊക്കെ ഉള്ള വികസനം. അതൊക്കെ ഉണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെയൊക്കെ ഇത്തരത്തിലുള്ള സാമുദായികത്തിനെതിരെയുള്ള ഗവൺമെന്റിനെതിരെയുള്ള അജണ്ടകൾക്കിടയിലേക്ക് നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ള ഈ ഒരു യൂത്ത് ലീഗിന്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഹരിതയുടെ ഭാഗമായിട്ട് ഹരിതയുടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ജില്ലാ ഹരിതയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിലൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ പെൺകുട്ടികൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു നമ്മുടെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പുതിയ കാലം പുതിയ വിചാരം എന്ന മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയത്തെ കൃത്യമായി ഇവിടെ അവതരിപ്പിച്ച ജില്ലാ ഹരിതയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തഹാനിക്ക്
യൂണിറ്റ് കമ്മിറ്റിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ നീങ്ങുന്നു. അടുത്തത് ആശംസാ പ്രസംഗങ്ങളാണ്. ചിറകിന്റെ ടൈലോ പ്രകാരം 3 മിനിറ്റാണ് ആശംസ അർപ്പിക്കേണ്ടത്. ആദ്യം ആശംസാ പ്രസംഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി